എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, അപ്പോഴത്തേക്കും ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമില്ല, വീട്ടിൽ കാച്ചുന്ന കുറച്ച് എണ്ണ എടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് കാര്യം. ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഫസ്റ്റ് അതുണ്ട്. എനിക്കെന്തോ തലയിൽ നല്ല രീതിക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കണം. നല്ല സ്കാൽപ്പിലൊക്കെ നല്ല പണ്ട് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട് മുടിയുടെ തുമ്പിൽ എണ്ണ തേച്ചാൽ നല്ല രീതിക്ക് വളരുമെന്ന്. പക്ഷെ അത് വെറും എൻ്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. സ്കാൽപ്പിൽ നമ്മൾ എത്രത്തോളം ഓയിൽ ചെയ്ത് മസാജ് ചെയ്യുന്നോ അതിനനുസരിച്ചേ മുടി വളരുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പാക്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ പാടത്താളി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് ഈ തലയിൽ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇങ്ങനെ മാച്ച് വരും, അതൊക്കെ പോകാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പാടത്താളി. പിന്നെ ഈ ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിപ്പൂവ്, തുളസി, പിന്നെ കറ്റാർവാഴ, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതുമാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം പിന്നെ എൻ്റെ മിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാലും കാണാം, അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. ഞാൻ മുഖത്തായിരുന്നാലും തലയിലായിരുന്നാലും ഒരുപാട് യൂസ് ചെയ്യുന്നത് അലോവേറ, കറ്റാർവാഴയാണ്. വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കറ്റാർവാഴയുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് വേണോ ചെയ്യാമെന്ന് വെച്ച്. പിന്നെ കുറച്ച് തുളസി നമ്മൾ യൂസ് ചെയ്യണത് തലയിലെ ചൊറിച്ചിൽ മാറാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഞാൻ ഇത് നല്ല രീതിക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് ബാക്കി വരണതൊക്കെ ഞാൻ തലയിൽ എല്ലായിടത്തും വാരി പൊത്തു, ശകലം പോലും ബാക്കി വെക്കില്ല. ഞാൻ ഒരു തുള്ളി പോലും ബാക്കി വെക്കാത്ത രീതിയിൽ ഞാൻ മൊത്തം തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ല വൃത്തിക്കൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ, സുമാ.